നെടുമങ്ങാട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. എന്നും എപ്പോഴും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് ഈ ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്, ഉണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. നെടുമങ്ങാട് ഉണ്ടായ പൊട്ടിത്തെറിയിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന അഴീക്കോട് സ്വദേശി നവാസ് പാലോട്, പ്ലാവറ സ്വദേശി സിമി സന്തോഷ്, പാലോട് പ്ലാവറ കുന്നുംപുറത്ത് വീട്ടിൽ രാജി എന്നിവരാണ് മരണപ്പെട്ടത്. ഇതിൽ നവാസ് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ എത്തിയ ആളായിരുന്നു. മറ്റു 2 പേരും ഹോട്ടൽ ജീവനക്കാരുമാണ്. ഡിസംബർ 14-നായിരുന്നു അഴീക്കോട് ജംഗ്ഷനിലെ ഹോട്ടലിൽ സംഭവം നടന്നത്. പരിക്കേറ്റ 3 ആദ്യം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു. എന്നാൽ 3 മരണപ്പെടുകയായിരുന്നു. ഗ്ലാസ് കൊണ്ട് മറച്ച കടയിൽ ഗ്യാസ് ലീക്കായ വിവരം ആരും അറിഞ്ഞിരുന്നില്ല. ജീവനക്കാരിയായ സിമി ചായ ഉണ്ടാക്കാൻ സ്റ്റൗ കത്തിക്കാൻ ശ്രമിച്ചതോടെ തീ പടർന്നാണ് പരിക്കേറ്റത്. നമ്മളിപ്പോൾ വീട്ടിൽ എല്ലായ്പ്പോഴും ഉള്ള ആളുകളാണെങ്കിലും ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലീക്കൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 14-നായിരുന്നു അഴീക്കോടും മറ്റൊക്കെ തുറന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാതെ ഇരിക്കുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം.